ഹായ് ഫ്രണ്ട്സ്, സാപ്പിടിയ മലയാളത്തിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ പോകാതിരിക്കുന്നത് രണ്ട് മലയാളം ഹൊറർ മൂവീസ് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. കഴിഞ്ഞ ദിവസം OTT റിലീസ് ചെയ്ത രണ്ട് മലയാളം ഹൊറർ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അതിൽ ഒന്നാമത്തെ സിനിമയാണെന്ന് നോക്കിക്കഴിഞ്ഞാലും വടക്കെന്നാണ് സിനിമയുടെ പേര് വരുന്നത്. സിനിമയിൽ പ്രധാന വേഷം കൈകാര്യം ചെയ്ത് കിഷോർ, ശ്രുതി മേനോൻ, മെറിൻ ഫിലിപ്പ്, മാലാ പാർവതി എന്നിവരൊക്കെയാണ് സിനിമയിൽ പ്രധാന വേഷം കൈകാര്യം ചെയ്തിട്ടുള്ളത്. സജീദ് A ആണ് ഈ സിനിമ സംവിധാനം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ബിജി ബാലാണ് മ്യൂസിക് കൈകാര്യം ചെയ്തിട്ടുള്ളത്. ഈ സിനിമയുടെ പ്ലോട്ട് നോക്കുകയാണെങ്കിൽ ഒരു റിയാലിറ്റി ഷോയുമായി ബന്ധപ്പെട്ടിട്ട് ഒരു ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു ബംഗ്ലാവിൽ ഒരു റിയാലിറ്റി ഷോ നടക്കുകയാണ്. അവിടെ സൂപ്പർ നാച്ചുറൽ പവർ ആയിട്ടുള്ള കുറച്ച് സംഭവങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുന്നതും അത് പിന്നെ കുറച്ചൊരു ദുരന്തം തന്നെയാണ് നടക്കുന്നത്. കുറച്ച് ദുരന്തങ്ങൾ നടക്കുന്നതും അത് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് പിന്നെ വിദേശത്ത് നിന്നും ഒരു പാരാനോർമൽ എക്സ്പേർട്ടായ നമ്മുടെ നായകൻ വരുന്നതും പിന്നീട് ഉണ്ടാകുന്ന സംഭവങ്ങളും കാര്യങ്ങളുമാണ് ഈ സിനിമയിൽ മൊത്തത്തിൽ പറഞ്ഞു പോകുന്നത്. ഹോളിവുഡ് സിനിമകളിലൊക്കെ നമ്മൾ ഒരുപാട് കണ്ടിട്ട് ഈ ഒരു പാരാനോർമൽ ആക്ടിവിറ്റീസും മറ്റു സംഭവങ്ങളും ഒക്കെ ആയിട്ടുള്ളത് ആ ഒരു സംഭവം നമ്മുടെ കേരളത്തിന്റെ ആ ഒരു ട്രഡീഷണൽ ആംബിയൻസിൽ ചെയ്താൽ എങ്ങനെ ഉണ്ടാവും ആ രീതിയിലാണ് അവർ ഈ ഒരു സംഭവം ചെയ്തു വെച്ചിട്ടുള്ളത്. തെയ്യം മറ്റു കാര്യങ്ങളൊക്കെ എടുത്ത് കാണിച്ചിട്ട് ഈ ഒരു പാരനോർമൽ ആക്ടിവിറ്റീസും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു സൂപ്പർ നാച്ചുറൽ പവർ സംഭവങ്ങളൊക്കെ എടുത്ത് കാണിക്കുന്ന ഒരു സിനിമയാണ് വടക്ക് എന്ന് പറയുന്ന സിനിമ എന്നുള്ളത്. കിഷോറാണ് ഈ സിനിമയിൽ പ്രധാന വേഷം കൈകാര്യം ചെയ്തത്. കിഷോറിന്റെ ഡബിങ് മറ്റു കാര്യങ്ങളൊക്കെ കുറച്ചൊരു ഇതായി ഒരു എന്താ പറയാ ഒരു രസകരമായി തോന്നിയിട്ടില്ല. കാരണം എന്താ വെച്ചാൽ അദ്ദേഹത്തിന് മലയാളം അറിയില്ല, വേറൊരാളാണ് ഡബ് ചെയ്തത്. അത് ഒരു മുഴച്ചു നിൽക്കുന്ന ഒരു സംഭവമായിരുന്നു ആ ഒരു സംഭവം എന്നുള്ളത്. പക്ഷെ മറ്റു കാര്യങ്ങളൊക്കെ കിടിലൻ പ്രൊഡക്ഷൻ ക്വാളിറ്റിയാണ്, കിടിലായിട്ട് ക്വാളിറ്റി മേക്കിംഗ് ആണ് ഈ സിനിമ. ടെക്നിക്കൽ സൈഡൊക്കെ കിടിലായിട്ടുണ്ട്. മ്യൂസിക് സൈഡ് എടുത്ത് നോക്കുകയാണെങ്കിൽ, ക്യാമറ വർക്കുകൾ എടുത്ത് നോക്കുകയാണെങ്കിൽ കിടിലനായിട്ട് അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ പെർഫോമൻസും കിഷോർ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ശ്രുതി മേനോൻ, മെറിൻ ഫിലിപ്പ് ഇവരൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. മെറിൻ ഫിലിപ്പിന് അധികം പിന്നെ പെർഫോം ചെയ്യാനുള്ള സംഭവമൊന്നും ഇല്ലെങ്കിലും കിട്ടിയ റോള് ഭംഗിയായി തന്നെ കൈകാര്യം ചെയ്തു. ഈ സംഭവം എന്നുള്ളത് വളരെ നൈസ് അറ്റംപ്റ്റ് ആയിരുന്നു. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മലയാള സിനിമയിൽ ഇതുപോലുള്ള സംഭവങ്ങളും കാര്യങ്ങളും നമ്മൾ കണ്ടിട്ടില്ല. ഈ പാരനോർമൽ ആക്ടിവിറ്റീസും മറ്റു കാര്യങ്ങളൊക്കെ വളരെ കുറവാണ് സംഭവം. അതുകൊണ്ട് തന്നെ ഒരു നൈസ് ആയിട്ടുള്ള ഒരു അറ്റംപ്റ്റ് ആയിരുന്നുള്ളതാണ് സിനിമ. പക്ഷെ ഈ സിനിമ നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയ കാര്യം എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ സിനിമയുടെ റിയാലിറ്റി ഷോ സംഭവങ്ങൾ കാണിച്ച ഒരു സംഭവം വളരെ വലിയൊരു രസമായി തോന്നിയിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അതിൽ ആ ഒരു റിയാലിറ്റി ഷോയിൽ ഉണ്ടായിരുന്ന കുറച്ച് ആൾക്കാരുടെ പെർഫോമൻസുകളായിരുന്നു. ഡയലോഗ്സ് ഡെലിവറിയും കാര്യങ്ങളൊക്കെ വളരെ കുറച്ചൊരു പിന്നെന്താ പറയാ ഒരു ആർട്ടിഫിഷ്യാലിറ്റി ഫീൽ ചെയ്യുന്നത് പോലെയൊക്കെ തോന്നി. അതാണ് ഈ സിനിമയുടെ ഒരു നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയ കാര്യം, ആ ഒരു സംഭവം. അതുകൂടാതെ വേറൊരു നെഗറ്റീവായി തോന്നിയ കാര്യം എന്ന് വെച്ചാൽ സിനിമയുടെ ക്ലൈമാക്സ് ആണ്. സിനിമയിൽ ഈ രാഷ്ട്രീയം മറ്റു കാര്യങ്ങളൊക്കെ പറയുന്നത്, അതായത് ഈ ഒരു തൊട്ടുകൂടായ്മ, ജാതി, അതുപോലുള്ള രാഷ്ട്രീയം കാര്യങ്ങളൊക്കെ സിനിമയിൽ പറഞ്ഞു വെക്കുന്നുണ്ട്. പക്ഷെ ക്ലൈമാക്സിൽ ഇവരെന്താണ് നമ്മളോട് പറയാൻ ഉദ്ദേശിച്ചെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാകാതെ പോയി എന്നുള്ളതാണ്. എനിക്ക് സത്യം പറയുന്നത് മനസ്സിലായിട്ടില്ല. ഈ സിനിമയുടെ തിരക്കഥാകൃത്തിനോട് തന്നെ ചോദിക്കേണ്ടി വരും ഇതെന്താണ് അവർ ഉദ്ദേശിച്ചെന്നുള്ളത്, ക്ലൈമാക്സിൽ അവരെന്താണ് ഉദ്ദേശിച്ചെന്നുള്ള കാര്യം. പിന്നെ ക്ലൈമാക്സിലെ പെർഫോമൻസുകളൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. കിഷോറിന്റെ പെർഫോമൻസ് ആയിക്കോട്ടെ, ശ്രുതിയുടെ പെർഫോമൻസ് ആയിക്കോട്ടെ, എല്ലാവരുടെ പെർഫോമൻസുകളൊക്കെ അടിപൊളിയായിരുന്നു. പക്ഷെ എന്താണ് അവർ പറയാൻ ഉദ്ദേശിച്ചെന്നുള്ള കാര്യമാണ് ഈ സിനിമയ്ക്ക് ഒരു പോരായ്മയായിട്ട് എനിക്ക് തോന്നി. ഒരു എൻഡിങ് ഉണ്ട്, പക്ഷെ ഇതെന്താണ് സംഭവിച്ചത്, ഇവരെന്താണ് കാണിച്ചു കൂട്ടിയെന്നുള്ളത് ഒരു മനസ്സിലാകാത്ത രീതിയിലായിരുന്നു സിനിമ അവസാനിപ്പിച്ചതെന്നുള്ളതാണ്. നല്ലൊരു അറ്റംപ്റ്റ് ആയിരുന്നു ഈ ഒരു സിനിമ എന്നുള്ളത്. Amazon പ്രൈമിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. 1 മണിക്കൂർ 50 മിനിറ്റാണ് സിനിമയുടെ ടോട്ടൽ ഡ്യൂറേഷൻ വരുന്നത്. രണ്ടാമത്തെ സിനിമയാണ് നോക്കാം. രണ്ടാമത്തെ സിനിമ എന്നുള്ളത് പിന്നെ യൂട്യൂബിൽ റിലീസ് ചെയ്ത സിനിമയാണ്. നല്ല വ്യൂസും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്ന ഒരു സിനിമയാണ് ഈ ഒരു സിനിമ എന്നുള്ളത്. എബനസർ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. എബനസർ ദ മിസ്റ്ററി ഓഫ് സൈലൻസ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. സിനിമയുടെ ടോട്ടൽ ഡ്യൂറേഷൻ വരുന്നത് 1 മണിക്കൂർ 19 മിനിറ്റ് സിനിമയുടെ ടോട്ടൽ ഡ്യൂറേഷൻ വരുന്നുള്ളൂ. സിനിമയുടെ പ്ലോട്ട് എന്താണെന്ന് നോക്കിയാൽ സ്വന്തം അച്ഛന്റെ ഒരു സർജറിക്ക് ആവശ്യാർത്ഥം പണം ആവശ്യം വരികയാണ്. അപ്പോൾ പണം ആവശ്യത്തിന് സ്ഥലം വിൽക്കേണ്ടി വരും. അതായത് അച്ഛന്റെ തറവാട് വിൽക്കേണ്ടി വരും. അച്ഛന്റെ തറവാട് വിൽക്കാൻ വേണ്ടിയിട്ട് നായികയുടെ കൂട്ടുകാരെല്ലാവരും കൂടി ചേർന്നിട്ട് ആ ഒരു തറവാട്ടിലേക്ക് വരുന്നതാണ്. ഒരു കാടിന് ഉള്ളിലായിട്ടുള്ളൊരു പ്ലോട്ടായിരിക്കും. അവിടെ വരെയാണ് എബനസർ എന്നായിരുന്നു ആ ഒരു പ്ലോട്ടിന്റെ പേര് വരുന്നത്. അപ്പോൾ അവിടെ വരുന്നതും അവിടെ ഇവർക്കുണ്ടാകുന്ന കുറച്ച് സംഭവങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ഹൊറർ ത്രില്ലർ വരുന്ന ഈ ഒരു സിനിമയിൽ പറഞ്ഞു വെക്കുന്നത്. സിനിമയിൽ പ്രധാന വേഷം കൈകാര്യം ചെയ്തിട്ടുള്ളത് അഞ്ജന പ്രകാശ്, സുരാജ്, സുന്ദർ, യദു കൃഷ്ണ, അഞ്ജന മാധവ്, സനാ ഖാൻ,
ദുവാ ഷഫീർ, കൃഷ്ണ വിശ്വം, ഐശ്വര്യ ശേഖർ, പ്രമോദ് വലിയനാട് എന്നിവരൊക്കെയാണ് ഈ സിനിമയിൽ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്തിട്ടുള്ളത്. മിഥുൻ ബോസ് ആണ് ഈ സിനിമ സംവിധാനം ചെയ്തിട്ടുള്ളത്. യൂട്യൂബിലാണ് ഈ ഒരു സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. ഷോർട്ട് സ്റ്റുഡിയോ പ്രൊഡക്ഷൻസ് ആണ് യൂട്യൂബ് ചാനലാണ് ഈ ഒരു സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. ഈ സിനിമ കണ്ടു തുടങ്ങിയ സമയത്ത് ഒരു ലോ ബഡ്ജറ്റ് മൂവിയാണ് കേട്ടോ. ലോ ബഡ്ജറ്റ് മൂവി ആണെങ്കിൽ കൂടി ഈ സിനിമയുടെ പ്രൊഡക്ഷൻ ക്വാളിറ്റി എടുത്തു പറയുന്ന ഒരു സംഭവം തന്നെയാണ്. പിന്നെ ക്യാമറ വർക്കുകളും പിന്നെ ആ കളർ ഗ്രേഡ് മറ്റു കാര്യങ്ങളൊക്കെ പിന്നെ മികച്ചു നിന്നിട്ടുണ്ട് ഈ സിനിമയുടെ. ഈ പിന്നെ കാർഡ് കാണിക്കുന്ന ഈ ഡ്രോൺ ഷോട്ടുകളൊക്കെ ഉണ്ട്, അതൊക്കെ സൂപ്പർ ആയിരുന്നു തന്നെ പറയാം. ക്യാമറ കാഴ്ചകളൊക്കെ വിഷ്വൽസ് ഒക്കെ സൂപ്പർ ആയിരുന്നു. ഈ സിനിമയുടെ ഒരു പോരായ്മ എന്നുള്ള ഈ സിനിമയുടെ തിരക്ക് തന്നെയായിരുന്നു കുറച്ച് പോരായ്മയായി തോന്നിയത്. മറ്റുള്ള കാര്യങ്ങളൊക്കെ വളരെ മികച്ച രീതിയിൽ അവർ മേക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ പെർഫോമൻസ് കാര്യങ്ങളൊക്കെ അത്യാവശ്യം കുഴപ്പമില്ല, എല്ലാവരും കുഴപ്പമില്ലാത്ത രീതിയിൽ പെർഫോമൻസ് കാര്യങ്ങളൊക്കെ കാഴ്ചവെച്ചിട്ടുണ്ട്. പക്ഷെ ഒരു ക്ലീശ സ്റ്റോറി ആണെങ്കിൽ കൂടി എന്തെങ്കിലും ഒരു സംഭവം അവർ ഉൾപ്പെടുത്താൻ പറ്റുമോ, ഈ പേടിപ്പെടുത്തുന്ന രംഗങ്ങളുണ്ടോ ചോദിച്ചാൽ രംഗങ്ങളുണ്ട്. പക്ഷെ എന്നാലും വലിയ രീതിയിലുള്ള പേടിപ്പെടുത്തുന്ന രംഗങ്ങളും സംഭവങ്ങളും ഇല്ല. ഒരു ലോ ബഡ്ജറ്റ് മൂവിയാണ്, യൂട്യൂബിൽ അവൈലബിൾ ആണ്, ഫ്രീ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന സിനിമയാണ്. എന്തായാലും കണ്ടു നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാം. എനിക്ക് എന്തായാലും ഈ സിനിമ ഒരു എന്താ പറയുക ജസ്റ്റ് വാച്ചബിൾ മൂവി ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അപരാധമായിട്ടൊന്നും തോന്നിയിട്ടൊന്നുമില്ല. ലോ ബഡ്ജറ്റ് മൂവിയാണ്, എല്ലാവരും പുതുമുഖങ്ങളാണ്. അപ്പോൾ നിങ്ങൾ കണ്ടു നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. ഈ സിനിമയിലെ നായിക അഞ്ജന പ്രകാശാണ് നായികയായിട്ട് വന്നത്. ഈ പിന്നെ പാച്ചും അത്ഭുത വിളക്കിലും ഉള്ള ആ നായികയാണോ എന്നുള്ളത് എനിക്കൊരു ചെറിയ ഡൗട്ട് ഉണ്ട്. നിങ്ങൾക്ക് അറിയാവുന്നവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം പിന്നെ ഒന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക എന്താ സംഭവം എന്നുള്ളത്. ഇനി ഞാൻ കുറെ സ്ഥലത്ത് നോക്കി, അഞ്ജന ജയപ്രകാശ് തന്നെയാണ് അവരുടെ പേര്, ജയപ്രകാശ് എന്നാണ്, അഞ്ജന ജയപ്രകാശ് ആണെന്ന് തോന്നുന്നു ആ പാച്ചും അത്ഭുത വിളക്കിലും നായികയുടെ പേര് വരുന്നത്. ഇതിൽ അഞ്ജന പ്രകാശ് ആണെന്നുള്ളത് അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ അത്രയും സിനിമകളാണ്, ഈ 2 സിനിമകളാണ്, വടക്കനും അതുപോലെ തന്നെ എബനേസറും ആണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് മുന്നിലേക്ക് പരിചയപ്പെടുത്തിയിട്ടുള്ളത്. ഹൊറർ മൂവീസ് ആണ്, മലയാളം ഹൊറർ മൂവീസ് ആണ്. അപ്പോൾ ഈ 2 സിനിമകളും കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ അത്രയാണ് ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും.